കേരളത്തിലെ എല്ലാ അമ്മമാരെയും ദേശീയ ഭക്ഷണമായ പുട്ടും പഴവും തന്നെ കേട്ടോ ഇന്ന് രാവിലെ. അപ്പോൾ പിന്നെ വേഗം പുട്ടും പഴമൊക്കെ ആക്കി, ലീവുള്ള ദിവസമാണെങ്കിൽ വേഗം പുട്ടും പഴമൊക്കെ ആക്കി തിന്ന് തലേന്ന് നോക്കട്ടെ രാവിലെ അങ്ങനെ കാണല്ലോ. പിന്നെ വേഗം പണികളും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒന്ന് സ്ഥലത്ത് പോകട്ടെ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ അവിടെ ബസ്സിന് കാത്ത് നിൽക്കുമ്പോൾ ആരാധ്യമോൾ വണ്ടീൻ്റെ എണ്ണൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. പിന്നെ അതാ അവിടെ എത്തി ബസ് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറിയപ്പോൾ എനിക്ക് സ്ത്രീധനത്തിൽ ആ അമ്മായിമ്മ മരുവളെ കൊണ്ടുപോയ സീനായിട്ട് എനിക്ക് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഏതായാലും ചേച്ചീനെ വീടെത്തിൻ്റെ അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല പണിയിലാണ്, പണിയൊക്കെ ആയിട്ട് ഒക്കെ പൊളിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരന് പൈസ കൊടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞിപ്പണീനെ എടുത്തിറങ്ങി അവിടെ ഓടി ചെന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയേട്ടനൊക്കെ നല്ല തിരക്കിട്ട പണിയിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ബിസിയാണ്. ഓടി ചെന്നവിടെ ചെന്നപ്പോൾ ഇതാ വലിയച്ഛനും മോളും എന്തോ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ അവർ കഥയൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞ് നേരെ അത് അടുക്കളയിലേക്ക് പോയി. ചേച്ചി ഇത് അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയിലായിരുന്നു. പണിക്കാരുള്ളതുകൊണ്ട് തന്നെ നല്ല പണികളുണ്ടാവുമല്ലോ. അപ്പോൾ പണിയിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്ന് കുഞ്ഞിപ്പെണ്ണിന് വിശക്കുന്നു പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ചോറൊക്കെ കൊടുത്തിട്ട്, കുഞ്ഞിപ്പെണ്ണിന് അതാ ചോറ് കൊടുക്കുമ്പോൾ എന്താ വയറുവേദന വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, മുഖമൊക്കെ ഇങ്ങനെയാക്കി ഇരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം എങ്ങനെയൊക്കെയൊക്കെ കഴിപ്പിച്ച് ചോറൊക്കെ കഴിപ്പിച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. നല്ല കപ്പയും മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കൂട്ടി പിന്നെ ചേച്ചി വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കഥയൊക്കെ പറഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ അതൊരു രസമുള്ള അടുക്കളയിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചിട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേച്ചി പറഞ്ഞു നീങ്ങാപ്പുഴ ചന്തയുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചേച്ചി പറഞ്ഞ് ചന്തയിൽ പോകുകയെന്നുണ്ടെങ്കിൽ ചന്തയിൽ പോയി. പിന്നെ ആദ്യം നേരെ പോയത് പച്ചക്കറി വാങ്ങാനല്ല, പിന്നെ ഫാൻസിയിലും കുറച്ച് ഷോപ്പിലൊക്കെ കയറാണ്ട് തന്നെ അവിടെയൊക്കെ കയറി പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോകുന്നുണ്ട്. പച്ചക്കറി വാങ്ങുന്നതും തിരക്കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡാറ്റാബേസ് ചെയ്യൂ.